ധാർമ്മികമായി കളക്ടർ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ, ഒരു കാരണവശാലും എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെയാണ് അദ്ദേഹം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മാന്യനാണ് എങ്കിൽ അദ്ദേഹം ഇവിടുന്ന് രാജിവെച്ച് പോകണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ആത്മഹത്യക്ക് തലേദിവസം തന്നെ റവന്യൂ മന്ത്രി കെ രാജനോട് കലക്ടർ സംസാരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ റവന്യൂ മന്ത്രിയും കലക്ടറും അതുപോലെ തന്നെ PP ദിവ്യയും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണോ ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്? അല്ലെ ഏതെങ്കിലും കാര്യത്തിൽ ഒളിച്ചു വെക്കാനുള്ള ഒരു നടപടി അല്ല അങ്ങനെ ഒരു നീക്കം റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടോ? അപ്പോൾ സത്യമാനി ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മന്ത്രി രാജൻ പറഞ്ഞത് നല്ല മാന്യനായ മന്ത്രിയാണ്, ഞങ്ങൾക്കെല്ലാം അറിയാം. അതുമാത്രമല്ല നിയമസഭയിൽ ഇറങ്ങി വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് എല്ലാം പറയുമ്പോൾ ഇതിനകത്ത് ദുരൂഹതകളുണ്ട്. സത്യമല്ലേ? ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായി വരികയല്ലേ? അതിനകത്ത് ദുരൂഹതയുണ്ട്. കാരണം ഈ മന്ത്രി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? നല്ലവനാണ്, നല്ല കഴിവുള്ളവനാണ്. മന്ത്രി മാത്രമല്ല അവിടെ വന്ന് മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞിരിക്കുന്നത് നല്ല കഴിവുള്ള വ്യക്തിയാണ്, നല്ല മാന്യനായി ഇടപെടുന്ന വ്യക്തികളാണ് എന്ന് മന്ത്രിമാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ടും എല്ലാം വരുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുക? ഗവൺമെൻറ്റിന് അല്ല ദിവ്യയ്ക്ക് അനുകൂലമായി കൊടുക്കും. ദിവ്യ ഇത് വെച്ചിട്ട് ദിവ്യ കേസ് സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇതെല്ലാം ഉണ്ടാകുമോന്ന് കുറ്റപത്രത്തിൽ മൊഴികളെല്ലാം പ്രധാനപ്പെട്ട മൊഴികളെല്ലാം നവീൻ ബാബുവിനെ കുറ്റസ്ഥാനത്ത് നിർത്തുന്നതാണ്. അത് കളക്ടറുടെ മൊഴിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ അവസാനമായി നവീൻ ബാബു സംസാരിച്ചത് അഴീക്കോട് സ്വദേശിയായിട്ടുള്ള പ്രശാന്ത് TV എന്ന ആളോടാണ്. അയാൾ പറഞ്ഞത് താൻ ദിവ്യയുടെ ബന്ധുവാണ്, തന്നിലൂടെ നവീൻ ബാബു സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് സംശയമുണ്ടായിരുന്നു എന്നതാണ് പോലീസിന് നൽകിയ മൊഴി. അപ്പോൾ ഈ മൊഴികളെല്ലാം ചേർത്ത് കുറ്റപത്രം ഏതെങ്കിലും രീതിയിൽ ദിവ്യനെ പ്രൊട്ടക്ട് ചെയ്യാനാണോ എന്ന് സംശയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയത്തിനല്ല, സംശയം ഇതിനകത്തില്ല. ഇത് ശരിയായ കാര്യമാണ്. നിങ്ങൾ അന്നത്തെ ദിവസം പ്രശാന്ത് എന്ന് പറയുന്ന ഈ മറ്റേ പമ്പിൻ്റെ ആൾ വിജിലൻസ് ഓഫീസിൽ പോയതായിട്ടെല്ലാം വാർത്ത വരുത്തി. അങ്ങനെ ഒരു സംഭവമില്ല. വിജിലൻസ് ഓഫീസിൽ നിങ്ങളാരും കണ്ടില്ല? വിജിലൻസ് ഓഫീസിൽ പരാതി കണ്ടില്ല? ഇല്ലല്ലോ. കണ്ണൂർ വിജിലൻസ് ഓഫീസിൽ എപ്പോഴാണ് പ്രശാന്ത് പരാതി കൊടുത്ത്? ഈ മരിക്കുന്നതിന് മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എല്ലാം ദുരൂഹതകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞതും ക്രിയേറ്റ് ചെയ്യുന്ന TV പ്രശാന്ത് ഏത് പ്രശാന്തനാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. ഒപ്പിട്ട പ്രശാന്തനൊന്ന്, ഒപ്പിടാത്ത പ്രശാന്തനൊന്ന്, ജീവിച്ചിരിക്കാത്ത പ്രശാന്ത്, മരിച്ചുപോയ പ്രശാന്തം വേറെ. ഇത് ഏതാ പ്രശാന്തന്? മറ്റവും പ്രശാന്തല്ലേ? ഏതാ പ്രശാന്ത്? ഏതെല്ലാം പ്രശാന്ത്? ഇന്ന് പ്രശാന്ത്മാരുടെ കളിയാ? ഇതെല്ലാം കള്ളത്തരാന്നുള്ള വളരെ കൃത്യമായി മനസ്സിലാകുന്നതല്ലേ? സാക്ഷികളും മൊഴികളും ഒക്കെ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു സാക്ഷി IAS ഓഫീസർ അല്ലേ, ഒരു സാക്ഷി ഇതെല്ലാം ഇവരുടെ സാക്ഷികൾ. ഒന്ന് മറ്റേ CA ആയിരിക്കും, ഒന്ന് മറ്റേ CA ആയിരിക്കും. ഇത് ആരും ഇത് എവിടെയാണ് പോകേണ്ടത്? ഇത് ഇവർ പറയുന്നത് കേൾക്കാണ്ട് വേറെ എവിടെയാണ് പോകേണ്ടത്? ഇതിലൊക്കെ എന്തർത്ഥം ഇരിക്കുന്നു? ഏത് ലെവലിലും എഴുതി കൊണ്ടുവരുന്നതല്ലേ ഇത്? ഒരു സംശയം വേണ്ട. ഇത് കുറ്റക്കാരൻ എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നതെന്നാണോ? ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇതിനൊന്നും ഒരു സംശയമില്ലാന്ന്. ഇല്ലേ? എന്നാൽ പിന്നെ CBI അന്വേഷണത്തിന് വിടുന്നു. എന്ത് സംശയിക്കുന്നത്? വേണ്ടെങ്കിൽ CBI അന്വേഷണം വിട്. സുപ്രീം കോടതി ഞാൻ അതിനുള്ള രീതിയിലുള്ള വക്കീലന്മാരെ എല്ലാം കൊണ്ടുവന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല.